നിങ്ങളുടെ ഓൺലൈൻ അക്കൗണ്ടുകളുടെയും കമ്പ്യൂട്ടറിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും വൈഫൈ ആണെങ്കിലും എല്ലാത്തിൻ്റെയും പാസ്വേഡ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാതെ തന്നെ അറിയാമല്ലേ. എല്ലാത്തിൻ്റെയും നിങ്ങളുടെ ഇൻഫർമേഷൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ആണ് നിങ്ങളുടെ പാസ്വേഡ്. നിങ്ങളുടെ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ ഹാക്കേഴ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാധാരണ പാസ്വേഡ് ഗസ്സിങ് അറ്റാക്സ് ആയിരിക്കും. അതിനകത്ത് തന്നെ പല ടൈപ്പ് അറ്റാക്ക് ഉണ്ട്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഉണ്ട്, ഡിക്ഷണറി അറ്റാക്ക് ഉണ്ട്, ഇങ്ങനെ പല ടൈപ്പ് അറ്റാക്കുകളുണ്ട്. പക്ഷേ ഇത് ഹാക്കേഴ്സിന് അത്ര വലിയ പാടുള്ള കാര്യമല്ല. അതിന് പല റീസൺസ് ഉണ്ട്. ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു പാസ്വേഡ് തന്നെ പല പല സൈറ്റുകൾക്ക് യൂസ് ചെയ്യാറുണ്ടല്ലേ. ഇപ്പം ജിമെയിൽ നോക്കുകയാണെങ്കിൽ, ആമസോൺ നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ SBIയുടെ സൈറ്റ് നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർ എല്ലാത്തിനും സെയിം പാസ്വേഡ് യൂസ് ചെയ്യും. A.com, B.com, C.com എന്ന് പറയുന്ന 3 സൈറ്റുണ്ട്. ഇതിൽ C.com എന്ന് പറയുന്ന സൈറ്റ് ഹാക്കായി പോയെന്ന് വെച്ചോളൂ. അതിൻ്റെ ഡേറ്റാ ബേസ് ബ്രീച്ച്ഡ് ആയിപ്പോയി. നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും എക്സ്പോസ്ഡായി ഹാക്കേഴ്സിന് കിട്ടി. ഇനി A.comനും B.comനും C.comനും നിങ്ങൾ സെയിം യൂസർ നെയിമും പാസ്വേഡുമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ C.comൽ നിന്ന് ലീക്കായ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ഹാക്കേഴ്സിന് A.comൻ്റെയും B.comൻ്റെയും നിങ്ങളുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഓരോ പ്ലാറ്റ്ഫോമിനും അല്ലെങ്കിൽ ഓരോ വെബ്സൈറ്റിനും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാസ്വേഡ്സ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം ഒരു സൈറ്റിൽ നിന്ന് നമ്മുടെ ക്രെഡൻഷ്യൽസ് ലീക്കായി പോയാലും അത് വെച്ചിട്ട് അവർക്ക് വേറെ ഒരു സൈറ്റും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സാധാരണ പാസ്വേഡിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യം എന്ന് പറയുന്നത് ഒരാളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഡേറ്റ്, അല്ലെങ്കിൽ പെറ്റ്സിൻ്റെ നെയിം, അല്ലെങ്കിൽ അച്ഛൻ്റെ പേര്, അമ്മയുടെ സ്ഥലത്തിൻ്റെ പേര്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണല്ലേ. നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കിയാൽ അറിയാം നമ്മുടെ പ്ലേസ് എവിടെയാണ്, നമുക്ക് പെറ്റ്സ് ഉണ്ടോ, നമ്മുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണ്, അങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് പാസ്വേഡ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കാൻ, ഗസ്റ്റ് പാസ്വേഡ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ടൂൾസ് അവൈലബിൾ ആണ്. ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല, ഈ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതൊരു പെർട്ടിക്കുലർ യൂസർ നെയിമിന് എഗൻസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാനുള്ള ടൂൾസും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഗസ്സബിൾ ആയിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വെച്ചിട്ട് പാസ്വേഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഹാക്കേഴ്സിന് അത് ഗസ് ചെയ്യാനും അത് വെച്ചിട്ടൊരു അക്കൗണ്ടിനെ ആക്സസ് ചെയ്യാനും എളുപ്പമാണ്. നിങ്ങളുടെ പാസ്വേഡ് എപ്പോഴും സെക്യൂർ ആയിരിക്കും. സെക്യൂർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മിനിമം 10 ക്യാരക്ടേഴ്സ് എങ്കിലും അതിന് ലെങ്ത് വേണം. അതും ഡിജിറ്റ്സ് മാത്രം പാടില്ല, അല്ലെങ്കിൽ ആൽഫബറ്റ്സ് മാത്രം പാടില്ല. നിങ്ങളുടെ പാസ്വേഡിൽ എപ്പോഴും ആൽഫ ന്യൂമറിക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ A to Z ക്യാരക്ടേഴ്സ്. അത് സ്മോൾ ലെറ്ററും വേണം, ക്യാപിറ്റൽ ലെറ്ററും വേണം. പിന്നെ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ 0ക്കും 9നും ഇടയ്ക്കുള്ള നമ്പേഴ്സ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ $, ഹാഷ്, ഡോട്ട്, അങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഇതെല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കണം നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയുന്നത്. നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാസ്വേഡ് ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഈ പാസ്വേഡ് റീയൂസ് ചെയ്യരുത്, ഷെയർ ചെയ്യരുത്, ബോറോ ചെയ്യരുതെന്ന് വെച്ചാൽ വേറൊരാൾ പാസ്വേഡ് ഷെയർ ചെയ്തു, ആ പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ആ ഒരു പാസ്വേഡ് നിങ്ങളുടെ അക്കൗണ്ടിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു കാര്യമാണ് ആൾക്കാർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാസ്വേഡ് ഉണ്ടാക്കിയിട്ട് അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും എഴുതി വയ്ക്കുമല്ലേ. ചിലപ്പോൾ ഡയറിയിൽ എഴുതി വയ്ക്കും, ചിലപ്പോൾ സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് കമ്പ്യൂട്ടറിൽ പേസ്റ്റ് ചെയ്ത് വയ്ക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ ആൽഫ ന്യൂമറിക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാസ്വേഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ടല്ലേ. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമ്മൾ യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 3ാമത്തെ ദിവസം അല്ലെങ്കിൽ 4ാമത്തെ ദിവസം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ പാസ്വേഡ് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മറന്നു പോകാത്ത രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാസ്വേഡ്സ് ഉണ്ടാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പല വഴികളുണ്ട്. അതും നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൻ്റെ ലിറിക്സിൻ്റെ ഫസ്റ്റ് ലൈൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു കോട്ട് എടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കോട്ടിൻ്റെ എല്ലാ വേർഡ്സിൻ്റെയും ഫസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ക്യാരക്ടേഴ്സ് എടുക്കുക. എന്നിട്ട് ഇതിന് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും റാൻഡമായിട്ട് ആക്കുക. ഇനി ഇതിൽ തന്നെ ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ നമ്പേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടേഴ്സും കൂടെ ആഡ് ചെയ്യുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാസ്വേഡ് ആയിരിക്കും നിങ്ങൾക്ക് ഫൈനലായിട്ട് കിട്ടുന്നത്. വേറൊരു വഴി എന്ന് പറയുന്നത് പാസ്വേഡിന് പകരം പാസ് ഫ്രേസസ് യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു വേർഡിന് പകരം കുറച്ച് ലെങ്തി ആയിട്ടുള്ള 2-3 വേർഡ്സ് ഉള്ള ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യുക. പിന്നെ വേറൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. ഈ പാസ്വേഡ് എപ്പോഴും ഇംഗ്ലീഷിൽ തന്നെ ആവണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ മലയാളത്തിലുള്ള വേർഡ്സ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം അല്ലേ.
ഈ മലയാളം വേർഡ്സ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് അതിനകത്ത് കുറച്ച് നമ്പേഴ്സും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഗസ് ചെയ്യാനും കുറച്ച് പാടായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.